ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല മഴ കേട്ടോ. ആമിക്കുട്ടി രാവിലെ തന്നെ വീഡിയോ കാണുന്ന തിരക്കിലാണ്. ആൾക്ക് നേരം വെളുത്ത കാർട്ടൂൺ മതി, വേറെ ഒന്നും വേണ്ട. സോ ഞാൻ ഇന്നത്തെ പണികളിലേക്ക് പോവുകയാണ്. ഇന്ന് സുധി വീട്ടിലുള്ള ദിവസം കേട്ടോ. സോ ചോറും കറിയൊക്കെ വേണം. ചോറും കറിയും എല്ലാ ദിവസവും വേണം. പക്ഷേ സുധിക്ക് അത്യാവശ്യം നല്ല പോഷായിട്ടുണ്ടാണ്. അതായത് പച്ചക്കറി വേണം, പൊരിച്ചത് വേണം, പപ്പടം വേണം, ഉപ്പേരി വേണം, അങ്ങനെയൊക്കെയാണ്. സോ എല്ലാ ദിവസവും അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. സുധിയുള്ള ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ അങ്ങനെ കുക്ക് ചെയ്യാറുള്ളൂ. അങ്ങനെ ഞാനിവിടെ സാമ്പാറുള്ള പരിപ്പും കാര്യങ്ങളൊക്കെ വേവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ ടാബിൽ ഇവിടെ 90s കിഡിൻ്റെ പ്ലേലിസ്റ്റാണ് കേട്ടോ റണ്ണിങ് ആയിട്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ചെമ്പകമേ, മെഴിനീർ, അങ്ങനത്തെ ഒരുപാട് ഇതുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആ പാട്ടുകളൊക്കെ കേൾക്കാൻ. സോ ഞാൻ അത് ടാബിൽ വെച്ചിട്ടുണ്ട്. ഒരു പഴയ കാലത്തേക്ക് തിരിച്ചു പോകുന്നൊരു ഫീലാട്ടോ നമ്മളിങ്ങനെ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ. പഠിച്ചിരുന്ന സമയമൊക്കെയാണ് ഓർമ്മ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉണക്കാൻ ഒരുപാട് തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഏകദേശം എല്ലാ വീട്ടിലെയും അവസ്ഥ ഇങ്ങനെ തന്നെയാവും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, കേരളത്തിൽ കേട്ടോ. ബാക്കിയുള്ള സ്ഥലങ്ങൾ എനിക്കറിയില്ല. സ്കൂളിലൊക്കെ പോകുന്ന മക്കളുടെ വീടാണെങ്കിൽ പറയും വേണ്ട, യൂണിഫോമൊക്കെ ഉണങ്ങി കിട്ടാൻ ഒത്തിരി പണിയെടുക്കും. ഞങ്ങളൊക്കെ പണ്ട് എന്താ ചെയ്തിരുന്നത് വെച്ചാൽ അത് അയൺ ചെയ്തിട്ട് ഉണക്കിയെടുത്തിട്ടൊക്കെ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം എങ്ങനെ ഡ്രയറിലൊക്കെ ഇട്ടിട്ട് ഉണങ്ങി കിട്ടുമായിരിക്കും. ഇങ്ങനെ ഇവിടെ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. ചോറ് വെക്കാൻ നമ്മൾ അടുപ്പ് തന്നെയാണ് കത്തിക്കാറ്. അതാവുമ്പോൾ അതവിടെ ഇങ്ങനെ കിടന്ന് വെന്തോളും, തിളച്ചോളും, ആയിക്കോളും. കറിയും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റൗവിൽ ചെയ്യും. അത് മാത്രമല്ല, സാമ്പാറിലേക്കുള്ള മസാല ഇവിടെ ഓൾറെഡി സുധിയുടെ അമ്മ ഉണ്ടാക്കി വെച്ചതൊന്ന് ജസ്റ്റ് എടുത്ത് അരച്ചാൽ മതി. നമ്മൾ ചിരവി അങ്ങനെ വാട്ടിയെടുക്കൊന്നും വേണ്ട. അപ്പോൾ അതും ഏകദേശം എളുപ്പം തന്നെയാണ്. ഈ സാമ്പാറും ചോറും ആയി കഴിഞ്ഞിട്ട് വേണം ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ. അപ്പോഴേക്കും അച്ഛനും മോളും കൂടി ചിക്കൻ ഫ്രൈക്കും വേണ്ടിയിട്ട് കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഫൈനലി എൻ്റെ സാമ്പാറായിട്ടുണ്ട് ഗൈസ്. ഇതാണ് സാമ്പാർ. ഇതിൽ ഞാൻ ഉരുളക്കിഴങ്ങ് ഇല്ലായിരുന്നു, സുധി വാങ്ങാൻ പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഉരുളക്കിഴങ്ങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കരമത്തിക്കായ, അതായത് പപ്പായയാണ് മുറിച്ചിട്ടുള്ളത്. പക്ഷെ പപ്പായ മുറിച്ചിട്ടാൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി മഴ. ഞാൻ എൻ്റെ തുണികളൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് നിലത്ത് വിരിച്ചിടാറാണ് ചെയ്യാറ്. അപ്പം ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് തുടങ്ങിയപ്പോൾ ആമിക്കുട്ടി വന്നിട്ട് ഹെൽപ്പ്, ഇനി വേണോ അമ്മേ, സഹായിക്കണോ അമ്മേന്ന് ചോദിച്ചിട്ട് ഭയങ്കര സഹായമായിരുന്നു. അങ്ങനെ വേഗം പണിയെല്ലാം ഒതുക്കിയിട്ട് പോവാൻ എന്നെ അവൾ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. കാരണം ഞാൻ വിരിച്ചിരുന്നത് അവൾ ചുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ മോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട് എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ആളിവിടെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ സഹായിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അച്ഛനാണെങ്കിൽ മസാലയൊക്കെ കൂട്ടുമ്പോൾ ആൾ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഇപ്പോൾ ഒരു കുക്കായിരിക്കുന്നു. കാരണം അത്ര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ അത് കാണുന്നത്. പിന്നെ യൂട്യൂബിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടി കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ അവൾ കാണും. മിനിയേച്ചർ വീഡിയോസൊക്കെയാണ് മെയിനായിട്ട് ഈ ഫോണിലിരിക്കുകയാണെങ്കിൽ കാണുക. കുറച്ച് സാമ്പാർ പൊടി ഇടൂ, കുറച്ച് മുളക് പൊടി ഇടൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവളിങ്ങനെ ഡയലോഗൊക്കെ അടിക്കുക അന്നേരം. അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് കുഴച്ചെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പാത്രം കഴുകാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് ആൾ ആകെ എന്താ പറയുക നെഞ്ഞ് നനച്ചിട്ടാണ് ഓൾവേസ് നടക്കുക. അപ്പം ഞാൻ എപ്പോഴും ഡ്രസ്സ് മാറ്റി കൊടുക്കും. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുക എന്തിനാണ് ഇങ്ങനെ എത്ര വലുതായിട്ട് എപ്പോഴും ഡ്രസ്സും ഇങ്ങനെ മാറ്റി കൊടുക്കുന്നതെന്ന്. പക്ഷേ അവളെ കയ്യിലിരിപ്പോണ്ടാണ് എപ്പോഴും ഡ്രസ്സ് മാറ്റി കൊടുക്കേണ്ടി വരുന്നത്. സോ ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ആൾ പാവക്കുട്ടീനെയും കളിപ്പിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവന്നു. നമ്മുടെ ഫുഡെന്ന് പറയുന്നത് ചോറും സാമ്പാറും ചിക്കൻ പൊരിച്ചതും അതുപോലെ തന്നെ ക്യാബേജിൻ്റെ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പപ്പടം. ഇന്നത്തെ മെനു അതാണ് കേട്ടോ. ഫാദേഴ്സ് ഡേ ആയിട്ട് ഫാദറിൻ്റെ വകയാണ് നമ്മുടെ ചിക്കൻ പൊരിച്ചതും ക്യാബേജ് തോരനും പപ്പടവും. ചോറും സാമ്പാറും ഞാനാണ് വെച്ചത്. സോ ഇത്ര ഐറ്റംസേ ഉള്ളൂ. ഇനി അടുത്ത ചടങ്ങെന്ന് പറയുന്നത് ആമിമോളെ കഴിപ്പിക്കുക എന്നുള്ളതാണ്. സോ ഒരുപാട് നിർബന്ധിച്ച് കുത്തി നിറച്ച് കൊടുക്കാറില്ല. അവൾക്ക് ഇന്ന് ചിക്കനും ചോറും ആയതുകൊണ്ട് അവൾക്ക് വേണം. അവളായിട്ട് തന്നെ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തതാണ്. സോ അതിങ്ങനെ ഉരുട്ടി വേഗം വായിൽ വെച്ച് കൊടുക്കുക. ഞാനിങ്ങനെ കൊടുക്കുന്നത് കണ്ടിട്ട് എൻ്റെ ബ്രദേഴ്സൊക്കെ കളിയാക്കാറുണ്ട്. ഈ ടോം ആൻഡ് ജെറിയിൽ ജെറീൻ്റെ കസിനെ ഫീഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ അയച്ചു തരും അവർ. അങ്ങനെയാണ് ഞാൻ ഇവൾക്ക് ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്, അതായത് ഇങ്ങനെ കുത്തി കയറ്റി കൊടുക്കുക ചെയ്യാന്ന് പറഞ്ഞിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ അച്ഛനും മോളും കൂടി ഉറങ്ങാൻ വേണ്ടി കിടന്നതാട്ടോ. പറഞ്ഞ് അച്ഛനും ഉറക്കമില്ല, മോക്കും ഉറക്കമില്ല. അങ്ങനെ നമ്മൾ ഏതായാലും മഴയൊക്കെയല്ലോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്നുള്ള ധാരണയായിട്ടോ. സുധിയുടെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കെട്ടിങ്ങൽ നട്ടുള്ളൊരു പുഴയുടെ തീരത്തേക്കാട്ടോ നമ്മൾ പോകാൻ പോകുന്നത്. ഈ സ്ഥലം മേ ബി തിരൂർ ഭാഗത്തുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇടക്കാലത്ത് ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലം. അതായത് നമ്മുടെ ഓലപ്പീടികയിൽ നിന്ന് ടേൺ റൈറ്റാണ്, വലത്തുഭാഗത്തേക്ക് പോയിട്ട് റെയിൽവേ ക്രോസ് കഴിഞ്ഞിട്ടൊക്കെയാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്.
അപ്പോൾ എനിക്ക് ആ സ്ഥലമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഇതുവരെ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇതിന് മുന്നേ നമ്മൾ പരപ്പനങ്ങാടി ഭാഗത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഈ സ്പോട്ട് ഉണ്ടെന്ന് തന്നെ അറിഞ്ഞത് സുധി ഇന്ന് പറഞ്ഞപ്പോഴാണ്. ഞാൻ തന്നെ റീലിലൊന്നും കണ്ടിട്ടില്ല. ആളെനിക്ക് ഫോണിൽ യൂട്യൂബിൽ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചു തന്നു, ഇതാണ് സ്ഥലം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ മഴ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവും. അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് കലങ്ങിയിട്ടും ഉണ്ടാവും. മഞ്ഞവെള്ളമായിരിക്കും, അല്ല മഞ്ഞവെള്ളമല്ല, പാൽ ചായയുടെ കളറായിരിക്കും വെള്ളം ഉണ്ടാവുക. സോ അതൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമീനോട് അടുത്താണെങ്കിലും നമ്മളിങ്ങനെ പോകുന്ന പുഴയുടെ അടുത്തേക്കാണ്, അവിടെ കാണാനാണ്, നീന്തൽ പഠിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളും ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് വരുന്നത്. ഈ മുന്നിൽ പോകുന്നത് സുധിയുടെ ഫ്രണ്ടാട്ടോ. പുള്ളിയാണ് നമ്മുടെ ഗൈഡായിട്ട് വരുന്നത്. സുധിക്ക് സ്ഥലം അറിയാം, എന്നാലും അവിടെ അറിയുന്ന ഒരാൾ കൂടെ വേണം എന്നുള്ള രീതിയിലാണ് ഫ്രണ്ടിനെ അവൻ വിളിച്ച് വരുത്തിയതാണ്. ഷോപ്പിലിരിക്കുന്ന ആളെ പോയി കൂട്ടിക്കൊണ്ടുവരികയാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം പോയത് ഈ കെട്ടുങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പാടത്തേക്കാണ് കേട്ടോ. ആ പാടമൊക്കെ നന്നായിട്ട് വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ അത്യാവശ്യം നന്നായിട്ട് വൈബടിക്കാൻ ഇവിടേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. റെയിൻകോട്ടും കുടയൊക്കെ പിടിച്ചിട്ട് അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. വെള്ളമൊക്കെ അത്യാവശ്യമുണ്ട്. കുട്ടികളൊക്കെ വരുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. പാരൻസ് ഇല്ലാതെ ഒന്നും വരാനോ പോകാനൊന്നും പാടില്ല. ഇവിടേക്ക് എന്നല്ല കേട്ടോ, മഴക്കാലമാണ്. നമ്മൾ പുറത്ത് പോകുമ്പോൾ വെള്ളമൊക്കെ കാണും, അല്ലെങ്കിൽ പുഴയിലൊക്കെ കുളിക്കാൻ പോകും. ഇനിയിപ്പോൾ കുറേ അങ്ങനത്തെ ന്യൂസുകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പുഴയിൽ കുളിക്കാൻ പോയിട്ട് അപകടം പറ്റിയെന്നുള്ളതൊക്കെ. അപ്പം മാക്സിമം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഇനി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുതിർന്നവരെ കൂട്ടിയിട്ട് പോവുക. എപ്പോഴും നിങ്ങൾ മുതിർന്നവരെ പറ്റിയിട്ട് ആലോചിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ അമ്മയും അച്ഛനും പെടുന്ന കഷ്ടപ്പാട്, വിഷമം അതൊക്കെ മനസ്സിലാക്കുക. സോ നമ്മളിവിടെ വന്നു, ആമിക്കുട്ടിക്ക് ഈ സ്ഥലം അത്ര ഇഷ്ടമായില്ല. അവൾ പറയുന്നത് അവൾ പുഴയിലേക്ക് പോകാമെന്നല്ലേ പറഞ്ഞത്, നീന്തൽ പഠിക്കാനല്ലേ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡയലോഗ് അടിക്കുന്നത്. അങ്ങനെ ഞാൻ ഇവിടുന്ന് 2 റീലിനൊക്കെ ഉള്ള വീഡിയോസൊക്കെ എടുത്തു. ആളോടി വരുന്നൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഉണ്ടല്ലോ, കുഞ്ഞുതുമ്പി കുഞ്ഞുതുമ്പി, അതിനുള്ള വീഡിയോ ഒക്കെ ഇവിടുന്ന് എടുത്തു. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ സ്പോട്ടിലേക്ക് നമ്മളിപ്പോൾ പോയോണ്ടിരിക്കുകയാണ്. അതായത് കെട്ടുങ്ങൽ എന്നുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോയോണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം ഫാമിലീസൊക്കെ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം ഇവിടെ അത്യാവശ്യം ഫാമിലീസൊക്കെ ഉണ്ട്. എല്ലാവരും പുഴയിലൊക്കെ ഇറങ്ങി കുളിക്കുന്നു, നനയുന്നു ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി പ്ലേസ്, നല്ല സീനറി കേട്ടോ. ഞാൻ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. മാത്രമല്ല പുഴയിൽ അത്യാവശ്യം വെള്ളമുണ്ട്, ഒഴുക്കും ഉണ്ട്. അപ്പോൾ അധികം അടുത്തേക്ക് പോവാതിരിക്കുന്നതാണ് ബെറ്റർ കേട്ടോ. ഞങ്ങൾ അങ്ങനെ അവിടെയൊക്കെ കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് നേരെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്തിട്ടാണ് ഫാമിലീസൊക്കെ വന്ന് ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ അവിടെ ഒരാൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വല വീശുന്നുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ലഡ് പൊട്ടി. കാരണം ഒരുവിധം എൻ്റെ എല്ലാ വീഡിയോസിലും, അതായത് പാടത്തേക്ക് പോവാം, പുഴയിലേക്ക് പോവാം എന്നുള്ള വീഡിയോസിലൊക്കെ ഇങ്ങനത്തെ ഒരു വീഡിയോ കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്. സോ ആൾ വല വീശാൻ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി അവിടെ പോയ ആൾക്കാരൊക്കെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. ഞാൻ ആ വല വീശുന്ന നല്ല സ്ലോ മോഷനിലാട്ടോ എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണുന്നത്. പണ്ട് ഒരുപാട് പോയിട്ടുണ്ട് ഈ ഒരു വൈബിൽ വല വീശാൻ വേണ്ടിയിട്ട്. അന്ന് നമ്മളെ കൊണ്ടുപോയിരുന്നതെന്ന് വെച്ചാൽ ഈ വലയിലുണ്ടായിരുന്ന മീനിനെയൊക്കെ പിടിച്ചിട്ട് ബക്കറ്റിലിടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങ് പോകുന്നത് ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ മീനെ പിടിച്ചിടാനാണെങ്കിലും ഇഷ്ടമാണ്, ഇത് കാണാനും ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അപ്പം അതൊക്കെ നൊസ്റ്റുമാണ്. അങ്ങനെ സുധി അങ്ങോട്ട് പോയി, ഞാനും അങ്ങോട്ട് പോവുകയാണ്. അവർ പിടിച്ച മീനിനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അവർ പിടിച്ച മീൻ കേട്ടോ. അതുപോലെ വല വീശിയിട്ട് ഒഴുക്കുള്ള വെള്ളത്തിൽ വല വീശുമ്പോൾ മീൻ കിട്ടുമെന്നാണ് പറയാറ്. ഇപ്രാവശ്യം എന്തേ പറ്റിയാവോ, അവർ വല വീശിയപ്പോൾ മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ആ പറഞ്ഞ സ്പോട്ടിലേക്ക് എത്തി. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത അത്യാവശ്യം സ്ഥലങ്ങളുണ്ട്. ഞാൻ ആരുടെയും പ്രൈവസിയിലേക്ക് കടന്ന് കയറാതിരിക്കാനാണ് എല്ലാവരും ക്ലോസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാത്തതും വീഡിയോ എടുക്കാത്തതും കേട്ടോ. എല്ലാവരും ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുകയും കുളിക്കുകയൊക്കെ അല്ലേ, അപ്പോൾ അത് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആമിമോളാണെങ്കിൽ ഇവിടെ അത്യുഗ്രൻ പ്രഹസനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെ അച്ഛണ്ടെന്നുള്ള ധൈര്യത്തിലാണ് കുട്ടി വെള്ളത്തിലേക്ക് എടുത്ത് ചാടിങ്ങോണ്ടിരിക്കുകയാണ്. എനിക്ക് നീന്തണം ചാടണം എന്നും പറഞ്ഞിട്ട്. സുധിയാണെങ്കിലും അവൾക്ക് ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാനും നീന്താനൊക്കെ ഉള്ള അവസരം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുവിധം എനിക്കൊക്കെ പേടിയാണ് അങ്ങനെ വെള്ളത്തിൽ ഇറക്കാനും പിടിക്കാനൊക്കെ. ഒന്നില്ലെങ്കിൽ നമ്മൾ മിംസിലെങ്കിലും പോയി കിടക്കേണ്ടി വരും എന്നുള്ളത് എനിക്ക് അറിയുന്നതുകൊണ്ടാണ് എനിക്ക് ആ പേടി. അവളങ്ങനെ നീന്തൽ പഠിക്കണം എന്നിട്ട് ചെരുപ്പ് ഊരുന്നില്ല, ആൾക്ക് പഠിക്കും വേണം. അങ്ങനെ സുധി കുറേയൊക്കെ അവളെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ നിന്ന് കൊടുത്തു. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്,
മരത്തിൻ്റെ ഒക്കെ തലയാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ. ഇപ്പുറം വന്നപ്പോൾ അത്യാവശ്യം നിൽക്കാനുള്ള ദുതയേ ഉള്ളൂ കേട്ടോ. സുതിയൊക്കെ നിന്നിട്ടാണ് ആമീനെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പോട്ട് ഇവിടെ മലപ്പുറം ജില്ലയിലുള്ള എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ കരുതുന്നത്. അറിയാത്തവരൊന്നും അറിഞ്ഞോളൂ കേട്ടോ. നമ്മുടെ ഓലപ്പീടിയെന്ന് ടേൺ ചെയ്ത് വരുന്നൊരു സ്ഥലമാണ്, കെട്ടുങ്ങൽ എന്നാണ് പേര്. അപ്പോൾ ആമിക്കുട്ടി ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. ഇന്നത്തെ സൺഡേ വൈബ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അത് മാത്രമല്ല ഇന്ന് ഫാദേഴ്സ് ഡേ ആയിരുന്നു. അച്ഛനും മോളും അടിച്ച് പൊളിച്ചിട്ടോ. ഒന്ന് അടിപൊളിയായിരുന്നു അവരുടെ കളികളും കാര്യങ്ങളൊക്കെ. അത് ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് നല്ല ഓൾവേസ് അവർ ഇങ്ങനെ തന്നെയാണ്. എനിക്ക് ആ ഒരു ബോണ്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുട്ടിക്കാലത്ത് കിട്ടാതെ പോയൊരു സംഭവങ്ങളൊക്കെ ആമിക്ക് കിട്ടുമ്പോൾ എനിക്ക് ഒരുപാട് ഹാപ്പി ആട്ടോ. ഞാൻ അവളെ എന്താ പറയുക, അച്ഛൻ അങ്ങനെ നോക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഓൾവേസ് അമ്മ എന്ന നിലയിൽ എനിക്ക് ഉണ്ടാവാറുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് മുറ്റത്ത് ഇറങ്ങണമെങ്കിൽ വരെ ഒരു പെർമിഷൻ എടുത്തിട്ടേ ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അച്ഛനും മോളും ഫ്രണ്ട്സിനെ പോലെയാണ്. ഓൾവേസ് അവരിങ്ങനെ വൈബ് അടിച്ച് നടക്കാറുണ്ട്. ഞാനില്ലെങ്കിൽ പോലും അവർ നല്ല വൈബിലാണ്. ഹേ ഗൈസ്, ഞങ്ങൾ അങ്ങനെ പുഴയിലൊക്കെ ചാടിയില്ല. ആമിയെ ഒരു പുഴ ചാടിയില്ലേ? ആമി കുളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഇല്ല, അമ്മ ചാടിയിട്ടില്ല. അമ്മയ്ക്ക് 2 ഫോണും ചാവിയൊക്കെ പിടിക്കാൻ തന്നെ ഉണ്ടായിരുന്നു. സോ അമ്മ ചാടിയിട്ടില്ല. അങ്ങനെ അടിപൊളിയല്ലേ? ഹാപ്പി അല്ലേ? ഒന്ന് പറ, ബൈ ബൈ പറയൂ. ബൈ ബൈ, സീ യു സൂൺ. ബൈ ബൈ. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സൺഡേ അടിപൊളിയായിരുന്നു, നല്ല വൈബായിരുന്നു. ഫാദേഴ്സ് ഡേ ആണെങ്കിലും അടിപൊളിയായിട്ട് അച്ഛനും മോളും കൂടി ആഘോഷിച്ചിട്ടുണ്ട്. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഫുള്ള് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടണം കേട്ടോ.